മെട്രിയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസ ജീവിതം, പവർ ഓഫ് സാൽവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ച് കാണും. കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലൊരു പ്രോഗ്രസ് വരേണ്ടത്, ശാപങ്ങൾ, രോഗങ്ങൾ ഒക്കെ നമ്മൾ പഴയ തലമുറയുടെ പോലും കൈമാറ്റം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളതെല്ലാം ഒന്ന് കാണാത്തവരൊന്ന് കാണണം, കണ്ടത് മനസ്സിലാക്കണം. നമ്മുടെ ഈ സീരീസിൻ്റെ മെയിൻ ഉദ്ദേശം ഡെലിവറൻസാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും ദൈവത്തിൻ്റെ പ്രമാണമാണ് ഏറ്റവും പ്രാധാന്യം ജീവിതത്തിലുള്ളത്. അതൊരിക്കലും മാറാത്ത ഒരു സംഭവമാണ്. അത് ഈ ലോകത്തിൽ മാത്രമല്ല, സ്വർഗത്തിലും സ്ഥിരമാക്കിയിരിക്കുന്നു. 119 സങ്കീർത്തനത്തിൽ പറഞ്ഞ് എൻ്റെ പുസ്തകം അല്ലെങ്കിൽ എൻ്റെ വചനം സ്വർഗത്തിലും സ്ഥിരമാക്കിയിരിക്കുന്നു എന്ന് മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ ഇനിയുമുള്ള കുറേ എപ്പിസോഡുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെലിവറൻസാണ്. ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇത് കുറേ പറഞ്ഞതിന് ശേഷം അടുത്ത ഇനിയുണ്ട്. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പവർ ഓഫ് പ്രെയർ, പവർ ഓഫ് വർഷിപ്പ്, പവർ ഓഫ് സറണ്ടേർഡ് ലൈഫ്, പവർ ഓഫ് മിഷൻ. ഇതെല്ലാം നമ്മൾ വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഡെലിവറൻസിൻ്റെ മെസ്സേജിലേക്ക് വരുന്നത്. ഇത്രയും പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുകയാണ്. ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ബേസിക്കായിട്ടുള്ള കാരണങ്ങളെ കാണുകയും അത് പിഴുതു കളയുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അവസാനം 50 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റുള്ള 50 എപ്പിസോഡ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നഷ്ടമല്ല എന്ന് പറഞ്ഞു. അത് ജീവിതത്തിൽ എപ്പോഴും അത് പ്രയോജനമായിരിക്കും. പ്രത്യേകിച്ച് നോട്ട്സ് എഴുതി വെച്ചാൽ ചിലപ്പോൾ എല്ലാം ഓർത്തിരിക്കണമെന്നില്ലല്ലോ. നിങ്ങളൊരു പേനയും പേപ്പറും ഒക്കെ എടുത്ത് ഈ നോട്ട്സ് എഴുതി വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനമാകും എന്ന് ഞാൻ പറയും. കാരണം ഓരോന്നും മെഡിറ്റേറ്റ് ചെയ്യേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ദൈവത്തിൻ്റെ വചനം ഒരു വാക്യം എടുത്തിട്ട് നമ്മളത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴേ 10 പ്രാവശ്യം മെഡിറ്റേറ്റ് ചെയ്യുമ്പം 10 ചിന്തകളായിരിക്കും ആ ഒരു വാക്യത്തിൽ. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ. വേറെ ഒരു കാര്യത്തിനും അതുപോലൊരു ചിന്ത കിട്ടത്തില്ല. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് വന്നു കയറണം. അതുകൊണ്ട് ആദ്യം എൻ്റെ മുഖവരയായിട്ട് ഞാനൊരു വാക്യം വായിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള വാക്യമാണ്, എന്നാലും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നൊരു വാക്യം വായിച്ചിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നില്ല, എല്ലാം പ്രതികൂലമാണ്, എല്ലാം തടസ്സമാണ്, രോഗമാണ്, പ്രയാസമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ചിന്തിക്കുന്നത്. 119 സങ്കീർത്തനത്തിൻ്റെ 92 വാക്യം, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. Unless the law had been my delights, I should then have perished in my affliction. ഇതിനകത്ത് ഏത് മനുഷ്യനും പെട്ടെന്ന് വായിച്ചാൽ കിട്ടുന്ന ഒരു മീനിങ് ഇതാണ്: ന്യായപ്രമാണത്തിൽ പ്രമോദം വയ്ക്കുന്നയാൾ കഷ്ടതയിൽ നശിച്ചു പോകുകയില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ മീനിങ്. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ലോസ്. പഴയ നിയമത്തിൽ അതായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ വചനം എൻ്റെ ഡിലൈറ്റ്, എൻ്റെ പ്രമോദമാകുമ്പോൾ ഞാൻ കഷ്ടതയിൽ നശിച്ചു പോയില്ല. അത് വേറൊരു കാര്യമുണ്ട്, കഷ്ടത വന്നാൽ നശിക്കാം, കഷ്ടം വരാം. ഇതും അതിനകത്ത് മീനിങ് ആണല്ലോ. ഒരാൾക്ക് കഷ്ടം വരാം, കഷ്ടതയിൽ നശിച്ചു പോകാം, അല്ലേ? കഷ്ടതയിൽ നശിച്ചു പോകാം, കഷ്ടം വരാം. So, delighting in the power of word of God will help me to succeed in my affliction എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കഷ്ടതയിൽ ഞാൻ വീണു പോകാതെ എന്നെ പിടിച്ചു നിർത്തുന്നത് the power of the word of God, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. ശരിയല്ലേ ഇത്? ഞാൻ കുറേ വാക്യങ്ങൾ ഇതുമായിട്ട് ചേർന്ന് ആദ്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫർദറായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മളങ്ങോട്ട് പോകാം. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചു നോക്കിയാൽ എല്ലാ സ്ഥലത്തും ദൈവത്തിൻ്റെ വചനത്തെ കോട്ട് ചെയ്യുന്ന എല്ലായിടവും പറയുന്നത്
അത് ശക്തിയുള്ളതാണ്, ശക്തിയുള്ളതാണ്, ശക്തിയുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 63-ാം വാക്യത്തിൽ യേശു പറഞ്ഞ വാക്യമാണ്, ജീവിപ്പിക്കുന്നത് ആത്മാവാകും, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം, യേശു നമ്മളോട് പറഞ്ഞ വചനം, നമ്മുടെ ആത്മീയമായിട്ടുള്ള പ്രമാണവും നമ്മുടെ ജീവനും ആകുന്നു. ജീവൻ്റെ ശക്തി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു, അല്ലേ? എസ്കേലിൻ്റെ പ്രവചനത്തിൽ പറയുന്ന ഉണങ്ങിയ അസ്ഥികൾ സൈന്യമായി തീരുകയാണ് ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ. ദൈവത്തിൻ്റെ ആത്മാവ് ജീവൻ കൊടുക്കുകയാണ്. ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചപ്പോഴും അത് തന്നെയല്ലേ, ജീവൻ അവരുടെ മേൽ ഊതി. ദാറ്റ് ഈസ് ദ പവർ, ദാറ്റ് ശക്തിയാണ്. എൻ്റെ വചനം ഞാൻ എറിയുകയാണ്, ദൈവം പറയുന്ന അത്. ദൈവം ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതെ അത് തിരിച്ചു വരികയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സങ്കീർത്തനം 33:6 യഹോവയുടെ വചനത്താൽ ആകാശവും അല്ല സകല സൈന്യവും ഉളവായി. എല്ലാ കോസ്മോസിനെയും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. അതിൻ്റെ പവർ അതാണ്. ദൈവത്തിൻ്റെ വചനം ഭയങ്കര ശക്തിയുള്ള, നമ്മൾ ചിന്തിക്കുന്ന പോലല്ല. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സങ്കീർത്തനം 33:6 യഹോവയുടെ വചനത്താൽ ആകാശവും അതിൻ്റെ വായിലെ ശ്വാസത്താൽ അതിൻ്റെ സകല സൈന്യങ്ങളായി. ഇവിടെ സൈന്യം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഓൾ സെലസ്റ്റിയൽ ബോഡീസ്, ഹെവൻലി ബോഡീസ്, എല്ലാ ഗോളങ്ങളും നക്ഷത്രങ്ങളും എല്ലാം അങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. എബ്രായർ 11:3 ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറാകും, ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അതായത് ലോകം മുഴുവൻ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടു. അവിടെ പറയുന്ന കോസ്മോസാണ്. ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം ദൈവം നിർമ്മിച്ചു എന്നാണ് കാണുന്നത്. ആത്മാവായിരിക്കുന്ന ദൈവം തൻ്റെ വചനത്താൽ സകലതും സൃഷ്ടിച്ചു. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. സങ്കീർത്തനം 119:92 നമ്മൾ വായിച്ചത്. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു എന്ന് വായിച്ചു. അതിൽ 93 വരുമ്പോൾ അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രമാണങ്ങളാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്, അല്ലേ? പ്രമാണങ്ങൾ. അതുകൊണ്ട് 93 ഞാൻ ഒരു നാളും നിൻ്റെ പ്രമാണങ്ങളെ മറക്കയില്ല. കാരണം എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നിൻ്റെ പ്രമാണം വേണം. അവയാണ് എന്നെ ജീവിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രമാണങ്ങൾ ഒരിക്കലും ഞാൻ മറക്കുകയില്ല. 94-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതേ സങ്കീർത്തനം, ഞാൻ നിനക്കുള്ളവനത്രേ, ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ഞാൻ നിനക്കുള്ളവനത്രേ. ഇതേപോലെ തന്നെ ദൈവം പറയുന്ന ഒരു കാര്യമാണ് യെശയ്യാവ് 41:1, നീ എനിക്കുള്ളവൻ തന്നെ. ഇസ്രായേൽ മക്കളോട് പറയുന്നതാണ്. ഇവിടെ ഞാൻ നിനക്കുള്ളവൻ എത്ര എന്ന് പറയുമ്പോൾ യെശയ്യാവ് 41:1 പറയുകയാണ്, നീ എനിക്കുള്ളവൻ തന്നെ. ദൈവത്തിൻ്റെ ഒരു കൺഫർമേഷൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വചനം എത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ഈ വചനത്തെക്കുറിച്ച് തന്നെയല്ലേ സങ്കീർത്തനം 19:7 മുതലുള്ള വാക്യങ്ങളിൽ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, പെർഫെക്റ്റാണ്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. നേരത്തെ ജീവിപ്പിക്കുന്ന പ്രമാണങ്ങൾ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇത് പ്രാണനെ തണുപ്പിക്കുന്നു. ഇവിടെ യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പനകൾ നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോഭക്തി നിർമ്മലമായത്, അവ എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായ ഒട്ടഴിയാ നീതിയാകുന്നു. ഇതിന് ദൈവത്തിൻ്റെ വചനം ഇവിടെ
എവിടേക്കാണ് പിടിച്ചിരിക്കുന്നത്? 1 തലയ്ക്ക്, 2 ഹൃദയത്തിന്, 3 കണ്ണിന്, 4 കാലിന്. ഇത്രയും കാര്യങ്ങളിൽ ഞങ്ങളുടെ അവയവങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കയറി പിടിച്ചിരിക്കുക അല്ലേ? ദൈവത്തിൻ്റെ പ്രമാണം നമ്മുടെ ജീവിതങ്ങൾ പ്രമോദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധി ശരിയാവും, നമ്മുടെ ഹൃദയം ശരിയാവും, നമ്മുടെ കണ്ണ് ശരിയാവും, നമ്മുടെ കൈയും കാലും ശരിയാവും, നമ്മുടെ ശരീരം മുഴുവൻ ശരിയാവും. അതായത് ഇത് മനസ്സിലാക്കുക, ഞാൻ നിനക്കുള്ളവനത്രേ, നീ എനിക്കുള്ളവനാണ്. ഇത്രയും വലിയ കോൺഫിഡൻസ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കൊടുക്കണം. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, ദൈവവചനത്തിനകത്തുനിന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ എപ്പോഴും പറയാനുള്ള കാര്യം ഇതാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അതാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം എവിടെ ഇരിക്കുന്നത്? തലയിണയുടെ കീഴിൽ, അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്നത്? അത് ഈ ഷെൽഫിനകത്ത് പൊടി പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. രാത്രിയിൽ ഭയങ്കര ക്ഷീണമാണ്, രാവിലെ തൊട്ട് ജോലി ചെയ്യല്ലേ. എടീ ഇന്ന് അതും വായിക്കേണ്ട സങ്കീർത്തനത്തിൻ്റെ ആ 2-ാം സങ്കീർത്തനം, അല്ലെ ഏതാ ഏറ്റവും ഇഷ്ടമുള്ള 91-ാം സങ്കീർത്തനം. 91 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യമായിന്. ആദ്യത്തെ 5 വാക്യം വായിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച്, കർത്താവേ നീ അറിയുന്നല്ലോ എൻ്റെ ക്ഷീണം, കയറി കിടന്നുറങ്ങി. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ എൻ്റെ കഷ്ടതയിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. കഷ്ടതയിൽ നശിക്കാതിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ പ്രമാണം നമ്മളെ എടുക്കുക. പ്രമാണങ്ങൾ ജീവിപ്പിക്കുന്നു. അതിവിടെ മാത്രമല്ല, ഇവിടെ പഠിച്ചാൽ നല്ലതാണ്, സ്വർഗത്തിൽ ചെന്നാലും പറയാം. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന കാര്യം, ദൈവം സ്ഥിരമാക്കിയിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, സ്വഭാവങ്ങളൊക്കെ സ്ഥിരമാക്കിയിരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തത സ്ഥിരമായിരിക്കുന്നു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം സ്ഥിരമായിരിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരമായിരിക്കുന്നു. ഇതെല്ലാം സ്ഥിരമായിരിക്കുന്നു. അന്നേരം ദൈവത്തിൻ്റെ വിശ്വസ്തവിൻ്റെ ആട്രിബ്യൂട്ട്സിനോട് ഇക്വലൻ്റാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞിരിക്കുന്ന ഒന്നും മാറിപ്പോവുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ രസിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് സകല ജ്ഞാനവും ഉണ്ടാക്കിയത്. ആത്മാവ് ഈ ലോകത്തിനെ ക്രിയേറ്റ് ചെയ്തെല്ലാം, ഈ ലോകത്തിലുള്ള കോസ്മോസസ് ബാക്കിയുള്ള എല്ലാം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ദർ ഇസ് എ പവർ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിലാണ് ശക്തി ഇരിക്കുന്നത്. അതാണ് രൂപാന്തരപ്പെടുത്തുന്നത്, അതാണ് നിങ്ങളെ അഭിവൃദ്ധി നടത്തുന്നത്, നിങ്ങളെ മുമ്പോട്ട് നടത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഭയങ്കരമായിട്ട് ആവശ്യമാണ്. അത് ഏറ്റവും ആവശ്യമാണ്. ഞാൻ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും റെഫറൻസ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് പറയുന്നത്, അല്ല വേറൊന്നും അല്ല പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മളെ ഈ ഒരു 7-8 എപ്പിസോഡ് ദൈവത്തിൻ്റെ വചനമായിരിക്കും പറയുന്നത്. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോഴേ അത് നിങ്ങളുടെ ജീവിതങ്ങളിലെ വലിയ രൂപാന്തരത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സീരിയസ്നെസ്സിൽ അത് എടുക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ പ്രമോദമായില്ലെങ്കിൽ ഞങ്ങൾ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. കഷ്ടതയിൽ ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അത് ഞങ്ങളുടെ ഹൃദയങ്ങൾ സംഗ്രഹിക്കാനായിട്ട് നീ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നല്ലോ. അത് ഞങ്ങളെ ജീവിപ്പിക്കുന്ന ഒന്നാണ്. അതിൽ ആശ്രയിക്കുമ്പോഴേ നീ തന്നെ ഞങ്ങളോട് പറയുകയാണ്, നീ എനിക്കുള്ളവൻ എന്ന് പറയുന്ന അനുഭവം. ആ ജീവിതത്തിൽ ആ വലിയ സപ്പോർട്ട്, ദൈവത്തിൻ്റെ ആ വലിയ പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഓർത്ത് സ്തോത്രം. ദൈവമേ, കർത്താവെ, ഞങ്ങൾക്കുള്ള എല്ലാ സീസണിലും നല്ലതാകുമ്പോഴും കഷ്ടതയിലാകുമ്പോഴും ഡിഫറെൻറ്റ് ടൈംസും ഡിഫറെൻറ്റ് സീസൺസിലും ഈ വചനത്തിൽ രസിപ്പാനായിട്ട് കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനത്തെ സീരിയസ് ആയിട്ട് കാണാത്ത ആരെങ്കിലും ഈ ഇത് കേട്ടുകൊണ്ട് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ ഡെലിവറൻസും ഞങ്ങളുടെ എല്ലാ വിടുതലും ദൈവവചനത്തിൽ കൂടിയാണ് വരുന്നത്. ദൈവമാണ് ആലോചന തരുന്നത്. ആ ദൈവവചനത്തിലാണ് ഉള്ളതെന്ന് ചിന്തിപ്പാനായിട്ട് കർത്താവെ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ നിരാശയിലെ പ്രയാസങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ തരുണത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ നിരാശകളൊക്കെ ഒന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ. ദൈവവചനത്തിൽ അങ്ങ് ആഴത്തിലിരിപ്പാനായിട്ട്, അനേക സമയം ദൈവവചനത്തിൽ ആഴത്തിലിരിപ്പാനായിട്ട് പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് കർത്താവെ ആ ദൈവവചനത്തിന് പ്രാധാന്യം
പ്രാധാന്യം കൊടുക്കാതെ ഇരുന്നു പോയത് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി കാണണം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. അതിൽ വലിയ കാര്യങ്ങളൊന്നും അതിനകത്തില്ല. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഹൃദയത്തിൽ സ്പർശിക്കും, നിങ്ങളെ ടച്ച് ചെയ്യും. ടച്ച് ചെയ്യുന്ന സമയത്ത് ആമീൻ എന്ന് ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഒരു തെളിവാണ് ആമീൻ എന്ന് പറയുന്നത്. ആ കമൻറ്റ് ബോക്സിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ആമീൻ എന്ന് പറയാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിച്ചാൽ ഞങ്ങളതനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ്. ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമുക്ക് തുണയായി നമ്മളെ മുമ്പോട്ട് നടത്തും. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അയച്ചു തരിക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.